അങ്ങനെ എന്നാണ് മാളികുന്നത്തെ പരിപാടി. ഞാൻ രാവിലെ നീച്ചു വന്നപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൊതുവേ എനിക്ക് പുട്ടിൽ കറി വാർന്ന് കഴിക്കണ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തേങ്ങാച്ചോറൊക്കെ വേണ്ടിയിട്ട് പോലെ അവിടെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ലേസം വാരിയിട്ടിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്താട് പൂട്ടിയിട്ടാണ് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ട് ആകെ കൊള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ചെറിയൊരു ഷീറ്റൊക്കെ വലിച്ച് ഞങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് മഴ തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഭാഗത്തിന് ചോറ് വേവോളം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ അടുപ്പത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് കൂട്ടാത്തവർക്ക് ചിക്കനും അതുപോലെ തന്നെ വെറുംചോറും കുമ്പളങ്ങാക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അമ്മായികളും പേരക്കുട്ടികളും അങ്ങനെ ചെറിയൊരു പരിപാടി. ഇത് അനിയത്തിയും മക്കളും അതുപോലെ തന്നെ നാത്തൂനൊന്നും ഉണ്ടായിരുന്നില്ല. ഓള് കഴിഞ്ഞ ആഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നു. അനിയത്തിക്കും മക്കൾക്കും പിന്നെ പനി ആയതുകൊണ്ട് ഓലും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടിന്റെ അമ്മമാന്റെ ആണ്ട് മോലും തന്നിട്ട് അങ്ങനെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോർലിക്സും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മായി ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒക്കെ ഓല തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ വീഡിയോ എടുത്തേക്ക് കൂടെ അങ്ങനെ നടക്കുക. പിന്നെ അത് വീടിന്റെ മേലൊക്കെ എടുത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത് കൂടെ അമ്മ ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മായികളും ഞാനൊന്നും ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ പണിയൊക്കെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കാണ് മോലൂതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2 മണി 3 മണിയായപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഞാനും കോട്ടപ്പാടത്തേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.